അടുത്ത നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ടെക്സ്റ്റിന് പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചിത്രത്തിൽ ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ കാണിച്ചിട്ടുണ്ട്. 1 diagonal of a square is 12 cm. 12 cm ആണ് അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത്. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ആൻഡ് ഏരിയ. ഓക്കെ, ഇതിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. ആ ഡയഗണൽ ആംഗിൾ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. സോ അപ്പോൾ ഈ 90 എന്ന് പറയുന്നത് ഇത് രണ്ടുപേരും 45 ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെ 45 ആയിട്ട് മാറുമ്പോഴത്തേക്കും ഇത് 45 ഇയാൾ ആരാണ് 90. സോ ട്രയാങ്കിൾ റേഷ്യോ എങ്ങനെ വരും, 45:90. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ എത്രയായിരുന്നു, 1:1:√2. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് അല്ലേ 12 വന്നിരിക്കുന്ന. 1നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന, √2 കിട്ടുന്നത്. അപ്പൊ 12നെ നമ്മൾ √2 കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും, 12/√2. ഇവിടെയും എന്ത് വരും, 12/√2. ഓക്കെ, അപ്പോൾ ഇതിന്റെ 45ന്റെ ഓപ്പോസിറ്റ് ആയ ഈ സൈഡും 12/√2 ആണ്. അതേപോലെ തന്നെ ഈ സൈഡും ആരാണ്, 12/√2 ആണ്. നമുക്ക് പെരിമീറ്റർ വേണം, ഏരിയ വേണം. ഓക്കെ, സോ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, സ്ക്വയറിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 4a. സോ 4 × 12/√2. ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 × 12 എന്ന് പറയുന്നത് 48/√2 ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മേളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മേളിലും താഴെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 48√2 √2 √2 ആരാവും, 2 ആവും. സോ 2 ഇതും കൂടി വെട്ടുമ്പോൾ ആരാവും, 24 ആവും. സോ 24√2 എന്ന് കിട്ടും. ഇതാണ് ആരെന്ന് പറയുന്ന പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ ഇക്വേഷൻ എന്തായിരുന്നു, A² ആയിരുന്നു. ഓക്കെ, സോ ഏരിയ ഇക്വേഷൻ A² എന്ന് പറയുന്നത് 12/√2ന്റെ സ്ക്വയർ. സോ 12ന്റെ സ്ക്വയർ 144, √2ന്റെ സ്ക്വയർ എത്രയാണ്, 2. സോ വെട്ടി പോകുമ്പോഴത്തേക്കും എത്ര വരും, 72 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ സെന്റിമീറ്റർ സ്ക്വയർ, ഇത് സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, പെരിമീറ്റർ ചോദിക്കുവാണെങ്കിൽ സെന്റിമീറ്റർ ആണ് യൂണിറ്റ്, ഏരിയ ചോദിക്കുവാണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്, വോളിയമാണ് ചോദിക്കുന്നതെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതായത് ഈ യൂണിറ്റുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം നന്നായിട്ട് ഉത്തരവ് എഴുതുന്ന ഒരു കുട്ടിയുടെ മാർക്ക് പോകുന്നൊരു സ്ഥലമാണ് ആരെന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം അവനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, യൂണിറ്റ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ മാർക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം.